അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് കാലത്തിനും കൂടെ അവസാനമായി എന്ന് പറയാം. കുറേ ദിവസങ്ങളായി കാത്തിരുന്ന നമ്മുടെ പുതിയ വീട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞ് നമ്മളെ വരവേൽക്കാൻ കാത്തു നിൽക്കുകയാണ്. അങ്ങോട്ടേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ ഈ പാക്കിങ്ങും ഷിഫ്റ്റിങ്ങും എല്ലാം. ഓരോ വീടും നമുക്ക് തരുന്നത് ഓരോ ഓർമ്മകളായിരിക്കും അല്ലേ? ജനിച്ച വീട്, പിറന്നാളും മറ്റ് ആഘോഷങ്ങളും തരുന്ന ഓർമ്മകൾ, കുട്ടിക്കാലത്തെ ഓർമ്മകൾ, കല്യാണം കഴിഞ്ഞ് വന്ന വീട്, കുട്ടികൾ ജനിച്ച വീട്, അങ്ങനെ അങ്ങനെ ഓരോ സമയത്തിലെ ഓരോ ഓർമ്മകൾ ശരിക്കും വീട്ടിൽ സംഭവിക്കുന്നുണ്ട് അല്ലേ? ആ വീട് മാറുമ്പോൾ ഓർമ്മകൾ കൂടെ നമ്മളെ കൂടെ കൂട്ടും. അതെല്ലാം സംഭവിച്ച വീടിനെ വിട്ടുപിരിയുന്നതും ഒരു ഓർമ്മയാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭമാണ് കേട്ടോ എനിക്കിത്. അത്ര അധികം വീട് മാറിയിട്ടില്ലെങ്കിലും ഈ വീടും ഇനി വരുന്ന സമയത്ത് ഓർത്തിരിക്കാനുള്ള കുറേ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു വീടാണ്. അങ്ങനെ പുതിയ വീട്ടിലേക്ക് നമ്മളെ താമസം മാറാറായി. അധിക ദിവസങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ എപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറുമ്പോഴും നമ്മുടെ കൂടെ കുറേ സാധനങ്ങൾ വരൂലേ? ചില സാധനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. പക്ഷെ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. എന്നാലും പുതിയത് നല്ല കാര്യങ്ങൾ ഒക്കെ നമുക്ക് കൂടെ കൊണ്ടുപോകാം. ചീത്ത കാര്യങ്ങളൊക്കെ അവിടെ വിട്ടിട്ട് പോവാം അല്ലേ? അപ്പോൾ നമ്മളിവിടെ തകൃതിയായിട്ട് പാക്കിങ്ങും ഷിഫ്റ്റിങ്ങും ഒക്കെ നടക്കുകയാണ്. ഇതിൽ നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല സംഭവങ്ങളൊക്കെ നമ്മൾ എന്തായാലും കൂടെ കൂട്ടും ട്ടോ. ഇന്ന് നമ്മൾ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. കിച്ചൺ പാക്കിംഗ്. ഇന്നലെ നമ്മൾ ഡ്രസ്സിന്റെ പാക്കിംഗ് ഒക്കെ ചെയ്തു, കുറെയൊക്കെ കൊണ്ടുവച്ചു. ഇപ്പൊ ഒരു വാർഡ്രോബും കൂടെ ബാക്കിയുള്ളൂ. ഇന്നലെ രാത്രി 11:30 വരെ നമ്മൾ അവിടെ നിന്നിട്ട് ഓൾമോസ്റ്റ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചു. ഞാൻ എനിക്ക് ഈ പാക്കിംഗ് ഒട്ടും ഇഷ്ടമല്ല, ഓർഗനൈസ് ചെയ്യാൻ ഇഷ്ടം. എന്താ പറയില്ല, ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ ഞാൻ ആ വാർഡ്രോബ് അടിപൊളിയാക്കിയില്ലേ, എന്താ പറയുക, സൂപ്പർ ആയിട്ട്. എനിക്ക് അതാണ്, ഞാൻ വാർഡ്രോബ് എനിക്ക് മടുത്തു. കിച്ചണാണ്. അപ്പൊ ഇതൊക്കെ കിച്ചണിലെ ഐറ്റംസ് ആണ്. ഇതെന്താ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സമയത്ത് അല്ലെ, ആ സമയത്ത് ഒരു 3-4 വർഷം മുന്നേ നമ്മുടെ ഫെമോറയുടെ കംപ്ലീറ്റ് സെറ്റ് സംഭവം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം നല്ല പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പൊ അന്ന് നമ്മൾ ഓൾറെഡി വീട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് അറിയായിരുന്നു പുതിയ വീട് കിട്ടും എന്നുള്ളത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ അത് ശരിക്കും യൂസ്ഫുൾ ആയി. കാരണം ശരിക്കും എല്ലാവർക്കും അറിയാലോ, നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സാധനങ്ങൾ വാങ്ങേണ്ടവരെ കിച്ചണിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കിച്ചണിലേക്ക് ഒന്നും തന്നെ, ഐ മീൻ അല്ലറ ചില്ലറ ഒടുക്ക് സാധനങ്ങളല്ലാതെ ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മൾ ഈ ഫെമോറ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് ഇനി വേണം ഇത് അവിടെ ചെന്ന്. ഇതൊക്കെ പാക്കറ്റ് പോലും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. കണ്ടോ ഇങ്ങനത്തെ, അയ്യോ, ഗ്ലാസിന്റെ. പക്ഷെ കുറച്ച് വെയിറ്റ് ആണ് ഫെമോറയ്ക്ക്. ഇതൊക്കെ ചെറുപയർ ഇങ്ങനത്തെ ഇട്ടേക്കുന്നത്. അപ്പൊ അതിന് ഞാൻ ആമസോണിൽ നിന്ന് സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ട്, വന്നിട്ടില്ല. അപ്പൊ അതിലിങ്ങനെ നെയിം സ്ലിപ്പ് പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതല്ലേ. ഇതിന് ട്രാൻസ്പെറന്റ് അവിടെ എന്നാൽ പോലും അങ്ങനെ സ്റ്റിക്കർ വെക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. തുമ്മി 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 പണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ആ കുറച്ചൊക്കെ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ കുറച്ചായിട്ട് കൊണ്ട് ഷിഫ്റ്റ് ചെയ്ത്, പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നമ്മുടെ കൈയോടുകൂടി അവിടെ കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ പാക്കിങ്ങും അൺപാക്കിങ്ങും ഉണ്ട്. അവിടെ നിന്ന് അതൊക്കെ അൺപാക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹോബ് വെക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഡ്രില്ല് ചെയ്ത് അതിനുള്ളിൽ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഡ്രില്ല് ചെയ്ത് അവിടെ ഫുൾ പൊടി. ആ പൊടി അങ്ങോട്ട് മൂക്കിൽ കയറിയോട് കൂടി അവിടുന്ന് ഞാനിത് ഈ വീട്ടിലെത്തുന്ന വരെ തുമ്മലായിരുന്നു. അവിടുന്ന് ഞാൻ ഓടി രക്ഷപ്പെട്ടു. കാരണം എൻ്റെ കണ്ണൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവും. കുറച്ച് നേരം എനിക്കിവിടെ മിണ്ടാതെ കിടന്നാലേ ശരിയാവുള്ളൂ. ഒരു തരത്തിൽ പാക്കിങ് ഇവിടുന്ന്, മറ്റേ തരത്തിൽ അൺപാക്കിങ് അവിടുന്ന്, അങ്ങനെ പാക്കിങ്ങും അൺപാക്കിങ്ങും കൂടി തകൃതിയായ എൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ കൂട്ടത്തിൽ നമ്മൾ എല്ലാതും ഓരോന്നോരോന്നായി അൺപാക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മളിപ്പോൾ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഓരോരോ കളക്ഷൻസും കാര്യങ്ങളും കോസ്മെറ്റിക്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു അടിപൊളി സാധനം കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് കളക്ഷൻസ് ആയിട്ട് രംഷേട്ടൻ്റെയും എൻ്റെയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെർഫ്യൂമിൻ്റെ ക്വീൻ കളക്ഷനും കിങ് കളക്ഷനും ഇത് വിസ്കോണ്ടിയുടെ ആണ് കേട്ടോ. അപ്പോൾ രംഷേട്ടനുള്ള ഒരു കിങ് കളക്ഷൻ, എനിക്കുള്ള ഒരു ക്വീൻ കളക്ഷൻസ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ എന്തായാലും പാക്കിങ്ങും അൺപാക്കിങ്ങും നടക്കുകയാണ്. എന്നാൽ പിന്നെ ഇതും കൂടെ ഇന്ന് അൺപാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. വിസ്കോണ്ടി കളക്ഷൻസ് ഓഫ് പെർഫ്യൂം കേട്ടോ, 2 ഉണ്ട്. ഇതൊന്ന് അൺപാക്ക് ചെയ്യട്ടെ. ഞാൻ എന്താ വെച്ചാൽ എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൽ തന്നെ എടുത്ത് മാറ്റുകയാണ്. കാരണം എനിക്ക് ഡബ്ബകളൊക്കെ കച്ചറകൾ ഇവിടെ തന്നെ കളയണം. ജസ്റ്റ് സാധനങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് അതാണ് അവിടെ നടക്കുള്ളൂ. അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ടാണ് അൺപാക്ക് ചെയ്യുന്നത് കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. ആഹാ, 4 എണ്ണം ഉണ്ട് കിങ്സ് കളക്ഷൻ. രമേശ് കോൾ അടിച്ചു. എനിക്കും 4 എണ്ണം ഉണ്ടാവും. വാവ്,
അപ്പം ഇനിയിപ്പോൾ പെർഫ്യൂം കളക്ഷൻസിൽ അടിപൊളി സംഭവങ്ങൾ ഡിസ്കൗണ്ടിയുടെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം എൻ്റെ ക്വീൻസ് കളക്ഷൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇതിൽ പല കാറ്റഗറീസ് ഉണ്ട്. 4 എണ്ണമായിട്ടാണ് വന്നിരിക്കുന്നത്. 4 എണ്ണം 4 സ്പെസിഫിക്കേഷൻ ആണ് കേട്ടോ. അതായത് ക്വീൻ ഓഫ് ഹാർട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ റൊമാൻറ്റിക് ആൻഡ് ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സിന്, അതേപോലെ ഷുഗർ ആൻഡ് സ്പൈസ് എന്ന് പറയുന്നത് റിലാക്സ്ഡ് ഔട്ടിങ്സ്, അതുപോലെ MVP എന്ന് പറയുന്നത് കോൺഫിഡൻറ്റ് ആൻഡ് ബോൾഡ്, അതേപോലെ ഫാഷനിസ്റ്റ എന്ന് പറയുന്നത് ഗ്ലാമറസ് ആൻഡ് സ്ട്രൈക്കിംഗ്. അങ്ങനെ ഓരോ സംഭവങ്ങളായിട്ടാണ് കാറ്റഗറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ കിങ്സ് കളക്ഷനിലും ഇതുപോലെ പലതരം കാറ്റഗറി ഉണ്ട്. ഇമ്പീരിയൽ ഔഡ് EDP എന്ന് പറയുന്നത് നമ്മളൊരു റോയലിറ്റി ഫീൽ കിട്ടുന്നത്, ബ്ലൂ ഓഷ്യൻ EDP എന്ന് പറയുന്നത് നമ്മുടെ എനർജൈസ്ഡ് ആയിട്ടുള്ളതും ത്രൂ ഔട്ട് ദ ജേർണിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ്. MVP പറയുന്നത് ഓരോ സിറ്റുവേഷനും എംപവർ ചെയ്യുക, അതോറിറ്റി ആൻഡ് പോയ്സോട് കൂടിയിട്ട്. അതേപോലെ തന്നെ ക്ലബ് ലെജൻഡ് എന്ന് പറയുന്നത് ഒരു വൈബ്രൻറ്റ് സ്പിരിറ്റും അതുപോലെ തന്നെ ഒരു സെസ്ഫുൾ ലൈഫും സംഭവങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ വിസ്കോണിയുടെ പെർഫ്യൂം ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് പറയുന്നത്. 20% പെർഫ്യൂം ഓയിൽ കോൺസെൻട്രേഷൻ ആയ കാരണം തന്നെ ഇതൊരു ത്രൂ ഔട്ട് ദ ഡേ അതിന് കൂടുതൽ നിൽക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി ആണ്, ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണ് ഒക്കെ വെച്ചിട്ടുള്ളത്. നമുക്ക് ഫുൾ ഡേ നമുക്ക് വെയർ ചെയ്യാം. അതേപോലെ തന്നെ നോ സ്റ്റെയിൻസ് ആണ്. നമ്മൾ ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കറയോ സ്റ്റെയിൻസോ കാണുകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് വലിയ ഔട്ട്ഫിറ്റ് നമുക്ക് യൂസ് ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതേപോലെ സ്കിന്നിന് ജെന്റിൽ ആണെന്നും പറയുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസ്കംഫോർട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയണത്. പെർഫ്യൂമിൻ്റെ കളക്ഷൻസും ക്രേസുള്ള ആളുകൾക്ക് അറിയാം. ചില ഭയങ്കര ക്രേസുള്ള ആളുകൾക്കുണ്ട്. അവർക്കൊക്കെ ഓരോ കാര്യങ്ങളും പെർഫ്യൂമിൻ്റെ അറിയാം. ഞാൻ അതിൽ പഠിച്ചു വരുന്നല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളക്ഷൻസിലൊരു സംഭവമാണ് ഈ പെർഫ്യൂം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര പേർക്കറിയാം ഈ പെർഫ്യൂമിൽ ടൈപ്പ് ഓഫ് നോട്ട്സ് ഉണ്ട്, പെർഫ്യൂം നോട്ട്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ അത് അറിഞ്ഞിട്ടുള്ളത്. അതായത് ടോപ്പ് നോട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ അടിക്കുന്ന ഇംപ്രഷൻ, അതുപോലെ തന്നെ നമ്മുടെ മിഡിൽ നോട്ട് എന്ന് പറയുമ്പോൾ പിന്നെ ആ ടോപ്പ് നോട്ടിൽ ആ ഒരു ഇത് ഫെയ്ഡ് ചെയ്ത് വന്നിട്ട് നമ്മുടെ ഒരു ഹാർട്ട് നോട്ട് എന്ന് പറയും. പിന്നെ വരുന്ന ഫ്രാഗ്രൻസിനെയാണ് മിഡിൽ നോട്ട് എന്ന് പറയുന്നത്. ബേസ് എന്ന് പറയുമ്പോൾ ആ ഒരു ത്രൂ ഔട്ട് ദ ഡേ നിൽക്കുന്ന ആ ഒരു ലാസ്റ്റ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഫ്രാഗ്രൻസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ ഇത് എവിടെയൊക്കെയാണ് അടിക്കേണ്ടത്, എവിടെ അടിച്ചാലാണ് കൂടുതൽ നേരം നിൽക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ പഠിച്ചു വരികയാണ് പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടിട്ട്. അതേപോലെ തന്നെ മൂക്കിലേക്ക് കയറി ഈ മണം കൊണ്ട് എത്ര ജലദോഷമാണെങ്കിലും ഇങ്ങനത്തെ മണക്ക് ഞാൻ വലിച്ചെടുക്കും. അപ്പോൾ നല്ല അടിപൊളി ഫ്രാഗ്രൻസ്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിസ്കോണ്ടിയുടെ പെർഫ്യൂം വാങ്ങിക്കാം. നമ്മുടെ കൂപ്പൺ കോഡ് സ്വപ്ന 15 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു വല്ലവരുടെ ബർത്ത്ഡേക്ക് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ കിങ്സ് കളക്ഷൻ, നമ്മുടെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ ക്വീൻസ് കളക്ഷൻ, ഇങ്ങനെയൊക്കെ നമുക്ക് ഗിഫ്റ്റും കൂടെ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് ഒന്ന് ശരിയായിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പാക്കിങ്ങും കാര്യങ്ങളും. കാരണം ആ തുമ്മൽ എന്നുള്ള ഒരു ഇത് ഒന്ന് ആവി പിടിച്ചെന്തെങ്കിലും ഒരു മരുന്നൊക്കെ കഴിച്ചില്ലെങ്കിൽ അലർജി കൂടിക്കൊണ്ടിരിക്കും. അപ്പം അതൊന്ന് സെറ്റാക്കിയിട്ടാണ് ഇനി അടുത്ത സെക്ഷൻ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നും നമ്മൾ കിച്ചണിൽ തന്നെയാണ്. ഇന്നലെ ഫുള്ള് നമ്മൾ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. ഒരുവിധമൊക്കെ അവിടെ കൊണ്ട് ഡംപ് ചെയ്തു. ഇനി ഒരു കിച്ചൺ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് കുത്തിയിരുന്ന് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാരി, അതുകൊണ്ട് വാർഡ്രോബ് കംപ്ലീറ്റ് ഒഴിഞ്ഞു. ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി കുറച്ച് സാധനങ്ങളും കൂടെ ഉള്ളൂ. പക്ഷേ ഈ ഒരു സംഭവം കിച്ചൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും വൃത്തികരമായിട്ട് ഒരുങ്ങാനായിട്ടൊക്കെയാണ് നമ്മൾ എപ്പോഴും കാര്യം പറയുന്നതാണ്. ഈ ഭക്ഷണ പാത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചവൻ ആരാളാവോ എന്ന് പറയുന്ന പോലെയാണ് കിച്ചണിലെ അവസ്ഥ. ഏതൊക്കെ എടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അപ്പം കുറച്ചും കൂടെ ഈ ഒരു ഉച്ചയോട് കൂടെ നമ്മൾ ഇവിടുത്തെ പാക്കിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ് ഇന്നത്തോടെ നമ്മൾ കലാപരിപാടികൾ അവസാനിപ്പിച്ചിരിക്കും എന്ന് പ്രതിജ്ഞ എടുത്ത ദിവസമാണ്. അപ്പോൾ പിന്നെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് ക്ലീനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാം എന്ന് നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ ഹോൾ വീഡിയോ ആയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ ശരിക്കും ഉപകാരമുള്ള സാധനങ്ങളാണ് ഓരോന്നും. അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതൊന്നും പറയാൻ പറ്റില്ല, അത്രയും യൂസ്ഫുൾ ആണ്. നമ്മൾക്ക് ചെയ്യാനുള്ളത്, എനിക്ക് ഞങ്ങളുടെ മുകളിലേക്ക് കയറണം. ലോഫ്റ്റിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇറക്കാണ്ട്. കിച്ചണൊക്കെ രംഷേട്ടുള്ള ദിവസമേ പറ്റില്ല. കാരണം മേലെ ഒക്കെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് നമുക്ക് കയറാൻ പറ്റില്ല. അതെനിക്ക് കാണുമ്പോൾ ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈവൻ വാർഡ്രോബ് തുറക്കുമ്പോൾ പോലും ഡ്രസ്സ് നീറ്റ് അല്ല, ഡ്രസ്സ് കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഡ്രസ്സൊക്കെ കൊടുത്താലോ, അതായത് ഡ്രസ്സ് ഇല്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് എല്ലാ ഭാഗവും ഞാൻ അതുകൊണ്ട് എപ്പോഴും സ്വപ്പൂന്റെ മുന്നിൽ ഇങ്ങനെ വരാറില്ല. കാരണം സ്വപ്പൂര് തോന്നുന്നു ഇന്നെങ്ങനെ എപ്പോഴും കണ്ടില്ല, ഇതിനെ ഇങ്ങനെ കൊടുത്താലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് തോന്നുന്നു. എനിക്ക് ഉപകാരമുള്ള സാധനങ്ങളൊന്നും കൊടുക്കാൻ അതെ വെറുതെ ഒരു
ആവശ്യമില്ലാത്ത ഒരു സാധനം ഇങ്ങനെ അവിടെ ഇരിക്കുക. അതുകൊണ്ട് നമുക്ക് ആ സ്പേസ് ഇങ്ങനെ ഒരു ഫുൾ ആയ പോലെ തോന്നും. ഭയങ്കര എനിക്കൊരു ഇറിറ്റേഷൻ തോന്നുന്ന ഒരു എന്താ അറിയില്ല, അത് അങ്ങനെയാണ് എനിക്ക് അറിയില്ല. ഇങ്ങനെ വല്ല അസുഖമാണോ എന്താ ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ആ ഭാഗം ഇങ്ങനെ ക്ലീൻ ആയി എവിടെ നോക്കുമ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിട്ട് കാണണം. അതായത് ക്രൗഡ് ഇങ്ങനെ ഞാൻ പറയില്ല, പൊതുവെ എനിക്ക് ആൾക്കാരെ അല്ല ഏറ്റവും രസമാണ് ഇന്ത്യയിലെ ഡിസൈനോട് ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുമ്പോ വീട് മൊത്തം ക്ലീൻ ആവണം, ഒന്നും പാടില്ല. അപ്പൊ അവര് നോട്ട് ചെയ്തു, ഓക്കെ സർ. രണ്ടാമത്തത് നിറയെ സ്റ്റോറേജ് വേണം, കുറേ സാധനങ്ങളുണ്ട്. അവര് അതെങ്ങനെയാ? അപ്പൊ ആദ്യം പറഞ്ഞത് ഒന്നും പാടില്ല, എല്ലാം ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് വേണം. രണ്ടാമത് പറയണു സ്റ്റോറേജ്, ഒരുപാട് സാധനങ്ങൾ വെക്കാം, ഒരുപാട് സാധനങ്ങൾ നീറ്റായിട്ട് വെക്കാനുള്ള ഓർഗനൈസ് അങ്ങനെ വേണം. അപ്പൊ അയാൾ തന്നെ കൺഫ്യൂഷൻ, ഇനിയിപ്പോ എന്ത് ചെയ്യും, ഇത് എങ്ങനെ രണ്ടും ഒത്തുപോകണില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് നല്ല പണിയായിരുന്നു. അതായത് പുറത്തൊന്നും കാണാൻ പാടില്ല, സാധനങ്ങളുണ്ട്. അപ്പൊ എല്ലാം കവർ ചെയ്ത് ഹിഡൻ ആയിട്ട് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ആവശ്യം ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. 5-6 വർഷം മുന്നേ ഉള്ള ഒരു വീട്ടിലാണെങ്കിൽ എനിക്ക് നല്ല സുഖമായിരുന്നു. കാരണം നമ്മുടെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ പ്ലെയിൻ എനിക്ക് കൂടുതൽ പ്ലെയിൻ ആണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇതാണ് നമ്മുടെ പാത്രങ്ങൾ കേട്ടോ. ഇനി ഇത് 2 സെക്ഷനായിട്ട് ചെയ്യണം. ഒന്ന് നമ്മുടെ ബംഗാർവാലയ്ക്ക് കൊടുക്കാനുള്ളത്, അതായത് ഇങ്ങനെ വേണ്ടാത്ത കൊടുക്കാനുള്ളത്, അടുത്ത് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. അങ്ങനെയാണ്. ഫുൾ കിച്ചൺ നോക്കിക്കേ, ഇത്രയുള്ളൂ നമ്മുടെ കയ്യില്. അവർ ഇതൊക്കെ സോർട്ടായിട്ട് ചെയ്തു എന്നാണ് തോന്നുന്നത്. ബാക്കി പാത്രങ്ങളൊന്നും അങ്ങനെ നമുക്ക് കളയാൻ മാത്രമല്ല. നോൺ സ്റ്റിക്ക് പിന്നെ ഞാൻ ഓൾറെഡി ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഇല്ല, ഒന്നേ ഉള്ളൂ. പിന്നെ വരുന്നത് ഇത് ഇങ്ങനത്തെ കുറേ ബോക്സുകളാണ്. പക്ഷെ ഇത് എന്തായാലും ആവശ്യം വരും. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറിയ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനത്തെ ബോക്സുകൾ ആവശ്യം വരും. അതന്നെ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഡോംബിവിലി ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് രംഷേട്ട വാങ്ങിച്ചു വെച്ച അണ്ടാവുകളൊക്കെയാണ് പിന്നെ കൊടുക്കാറുള്ളത്. അത് കൊണ്ടിട്ട് ഒരു കാര്യമില്ല. അതൊന്നും ഞാനൊന്നും ഒരിക്കലും അതിൽ ഫുഡ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനത്തെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒക്കെ കുട്ടി പാത്രങ്ങൾ മതി എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഓരോ സമയത്ത് ഓരോ പ്രാന്ത് കയറില്ലേ, അങ്ങനെ കേക്കിന്റെ പ്രാന്ത്, കേക്ക് ഉണ്ടാക്കാനുള്ള പ്രാന്ത് കയറിയ സമയത്ത് വാങ്ങിക്കൂട്ടിയ സാധനങ്ങളാണ്. ഇപ്പൊ സത്യം പറയട്ടെ, ഇത് ഉണ്ടാക്കാറേ ഇല്ല. അത് കണ്ടോ, എത്ര എണ്ണം ഒരു ബേക്കറുടെ കയ്യിൽ പോലും ഇത്രയും പാത്രങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ചില പ്രാന്ത് കയറാറുണ്ട്. കേക്ക് ഉണ്ടാക്കാൻ പഠിക്കാൻ പോയി, ദിവസം കേക്ക് ഉണ്ടാക്കില്ലായിരുന്നു. ഓരോ ദിവസം ഓരോ കേക്ക് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ കേക്കായിരുന്നു. കുട്ടി പറഞ്ഞു, പണ്ടൊക്കെ അമ്മ ഇവരെപ്പോഴും പറയും, പണ്ടൊക്കെ അമ്മ എന്തൊക്കെ കേക്ക് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ ഞാൻ എത്ര കാലമായി ഉണ്ടാവും കേക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാറ് പോലുമില്ല. മെയിനായിട്ട് ഇതാണ്, ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിച്ച് വെറുതെ ശരീരത്തിന് നന്നല്ലല്ലോ എന്നുള്ളൊരു ചിന്ത, ഹെൽത്തിൻ്റെ ഇതും കൊണ്ട്. പിന്നെ ഇപ്പൊ സത്യം പറ, ബാക്കിയുള്ള പണികളെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടേ ഇതിനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ തുടങ്ങി. പക്ഷെ ഞാൻ പുതിയ വീട്ടിൽ ഒരു കേക്കെങ്കിലും ഉണ്ടാക്കി തരാം. അല്ലാതെ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് ഇനി ഉണ്ടാക്കുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ അത് കളയുന്നില്ല, അത്രയും കഷ്ടപ്പെട്ട് ഇതിലെല്ലാ ഇതിലും ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ ഉപയോഗിച്ച് മുതലാക്കിയ സാധനങ്ങളാണ്. പക്ഷെ ഓരോ വട്ട് കേസുകൾ വെറുതെ കുറേ സാധനങ്ങളെ ഒരു പാത്രം മതിയായിരുന്നു. അങ്ങനെ ചില പ്രാന്തുകളൊക്കെ നമുക്ക് കയറുമ്പോൾ നമ്മൾ അങ്ങോട്ട് വാങ്ങിക്കും അല്ലേ. അപ്പം നമുക്ക് നോസിൽ വാങ്ങണം, വിപ്പിംഗ് ക്രീം ഡിസൈൻ ചെയ്യാൻ വാങ്ങണം. ഇതുകൂട്ട ബർത്ത്ഡേക്ക് രമേശേട്ടൻ്റെ ഓർമ്മ ഉണ്ടാവും, അല്ലാതെ ഇൻഡിപെൻഡൻസ് ഡേയുടെ കേക്ക്. അല്ല അത് കുഴപ്പമില്ല, നമുക്കൊരു സ്കില്ല് കിട്ടിയില്ലേ, നിനക്കൊരു സംഭവത്തിനെ പറ്റിയിട്ടുള്ള നോളജ് ഉണ്ടായില്ലേ, നീ അതിനെ പറ്റി സംസാരിക്കുമ്പോൾ നിനക്ക് അറിയാലോ എന്താണ് സബ്ജക്റ്റ് എന്ന്. പിന്നെ അവസരം വരുമ്പോ ഉപയോഗിക്കാം. പിന്നെ നമ്മള് പല വേറെ കാര്യങ്ങളിൽ ബിസി ആയപ്പോ നമുക്ക് സമയം എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഇതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം അത് കഴിയുമ്പോ പിന്നെ ഇപ്പൊ ഡാൻസിലേക്ക് ഇതായപ്പോ പിന്നെ ഇതൊന്നും സമയമില്ല. ഇപ്പൊ ഡാൻസും ഏകദേശം നിർത്തി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. പിന്നെ ഓരോന്ന് വരുമ്പോ ഓരോന്ന് നിർത്തേണ്ട സാഹചര്യങ്ങൾ കൊണ്ട് നിർത്തേണ്ടി വരികയാണ്. ഈ ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ ഓരോന്ന് കിട്ടുന്നുണ്ടോ മിത്തു? നിന്റെ ബുക്കും ഇതൊക്കെ, മിത്തുവിന്റെ സ്റ്റഡി ടേബിളൊക്കെ അപ്പൊ ഇവിടെയാണ് മൊത്തം. മിത്തുനോട് പറഞ്ഞു ഇവിടെ ഇരുന്ന് പഠിച്ചോ, ഞങ്ങൾ പോയി വരാം. പക്ഷെ മിത്തു ഞങ്ങളുടെ കൂടെ രാവിലെ ബുക്കും ഇതൊക്കെ ആയിട്ട് വരും, അവിടെ ഇരിക്കും. രാത്രി 11 മണി വരെ മിത്തുക്കുട്ടി ഇവിടെ തന്നെയാണ്. അപ്പൊ അത് ഓരോന്നോരോന്നത് ഇടുന്ന കാഴ്ച കിട്ടിയത് ഇങ്ങനത്തെ പുതിയതാ അല്ല, ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങളൊക്കെ ഇടയിൽ കൂടെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ കച്ചറയല്ലേ കളയാനുള്ളത്. ഇതാണ് ഞങ്ങളുടെ കച്ചറ. അതില് എന്റെ ആ പെയിന്റിംഗ് ഒക്കെ കിടക്കുന്നുണ്ട്. ഇത് പുതിയ വീട്ടിക്ക് എന്ന് പറഞ്ഞ രമേശേട്ടൻ വരച്ചതായിരുന്നു. ഇട്ടത് ഇത് നാശായോ? എന്താ അറിയോ, ആകെ പൂപ്പല് വന്നു. ഇഷ്ടപ്പെട്ട പൂപ്പല് വന്നു. അതായത് നമ്മളിങ്ങനെ മടക്കി ഷിഫ്റ്റ് ചെയ്യുമ്പോ അല്ലെ, പഴയ വീട് 6-7 വർഷമായി ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോ രമേശേട്ടൻ മടക്കി വെച്ചതാണ് പുതിയ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ആകെ പൂപ്പല് പിടിച്ച് നാശമായി, വല്ലാത്തൊരു സങ്കടമായി പോയി.
നീ ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു അത്. പിന്നെ ഒരു ചുമര് നല്ല ഇതിലെ സ്പേസ് പോകും. ഇതിലാണ് ആകെ കേട് വന്നു. പിന്നൊക്കെ അതിന്റെ മുകളിലൊക്കെ വേറെ കളറൊക്കെ വന്നത്. എന്താ വെച്ചാ ഇതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി പെയിന്റിങ് നിർത്തിയത്. ഇത് വരച്ച് കഴിഞ്ഞെന്ന് വെച്ചാല് എടുത്തു വെച്ചാൽ ഞാൻ റോൾ ചെയ്ത് വെച്ചതിനൊക്കെ കറക്റ്റ് എല്ലാം. പക്ഷെ കൊറേ കാലം അങ്ങനെ വരച്ചതായിരുന്നു. അപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് ഇത് കറക്റ്റ് ഫ്രെയിം ചെയ്തിട്ടേ നമ്മൾ കറക്റ്റ് വെക്കണം. അന്ന് ഫ്രെയിം ചെയ്തില്ല, കാരണം അന്ന് അത് ഫ്രെയിം ചെയ്ത് എവിടെ കൊണ്ടാക്കിയെന്ന് വെച്ചാൽ പുതിയ ഒക്കെ നമ്മൾ പറയില്ലേ പിന്നേക്ക് നിർത്തി വെച്ചാൽ അത് അപ്പോഴെങ്കിലും ഉപയോഗിച്ചാൽ അതെങ്കിലും ഉണ്ടായിരുന്നു. ഇത് എവിടുന്നാണ്? ഇത് ഞാൻ തന്നെ ക്ലിക്ക് ചെയ്തായിരുന്നു. സിംഗപ്പൂർ വൈറ്റ് ടൈഗർ അല്ലേ? അവിടെ സൂലുണ്ട് 2 എണ്ണം. അപ്പൊ ഈ ഫോട്ടോ ഞാൻ ക്ലിക്ക് ചെയ്തതാ. അപ്പൊ ഞാൻ അതന്നെ വരയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് വരച്ചതായിരുന്നു. എന്തോ അതിന്റെ മുളക്ക് ആകെ നാശമായത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങനെ എടുത്തു വെച്ച് അങ്ങനെ ഡംപ് ചെയ്തിട്ട് അതുകൊണ്ടാണ് പുതിയ വീട്ടിലേക്ക് അങ്ങനെ ഒന്നും ചെയ്യണ്ട ഞാൻ പറഞ്ഞു. കാരണം പിന്നെ യൂസ് ചെയ്യും എന്ന് പറഞ്ഞ സാധനം നമ്മൾ പിന്നെ യൂസ് ചെയ്യില്ല. എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു 6-7 മാസമായിട്ട് തൊടാത്തൊരു സാധനമാണെങ്കിൽ നമ്മൾ പിന്നെ അത് തൊടാൻ പോകുന്നില്ല എന്നുള്ളത്. അത് ശരിയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ? അതുപോലെയാണ് പിന്നെ യൂസ് ചെയ്യുന്ന പറഞ്ഞ് എടുത്തു വെക്കുന്ന ഓരോ സാധനവും നമ്മൾ യൂസ് ചെയ്യില്ല. സോ വല്ലവർക്കും കൊടുത്താൽ അവർക്കൊരു ഉപകാരം ഉണ്ടാവും എന്നാണ് ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു വിധം സാധനങ്ങളൊക്കെ നമ്മൾ ഷിഫ്റ്റും അതിന്റെ കൂടെ തന്നെ നമ്മുടെ കച്ചറ സാധനങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാം അവർക്ക് വേണം അല്ലെ. കുറെ പേര് ഫാമിലി ആയിട്ടുള്ള 1-2 പേരാണ് വന്നത്. അപ്പൊ അവർക്ക് അതൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഉടുപ്പുകളും അങ്ങനത്തെ നല്ല നല്ല സാധനങ്ങളൊക്കെ ഞാൻ വേറെ ഞാൻ പറയാം വീട്ടിൽ സഹായിക്കുന്ന അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കുറെ സാധനങ്ങൾ വീട്ടിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ആ കുട്ടി തന്നെ ഒക്കെ സെലക്ട് ചെയ്ത് അവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആ കുട്ടിക്കും ബാക്കി ഇതാ ഇവരെ ഫാമിലി ഉള്ളതാണ്. അപ്പോൾ തന്നാൽ നല്ലത്. നമുക്കിപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ഇത് വിറ്റിട്ടൊന്നും കിട്ടാൻ പോകില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. നല്ല നല്ല സാധനങ്ങളൊക്കെ നമ്മളെങ്ങനെ ഒരാൾ യൂസ്ഫുൾ അല്ലാതെ കളയാം. അപ്പോൾ അതൊക്കെ അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. അപ്പോൾ അങ്ങനെ മൊത്തം കാലിയായി. കുറച്ച് കച്ചറ സാധനങ്ങളുള്ളൂ, അടിച്ചു വാരിയിട്ട് നമുക്ക് കച്ചറയിൽ കളയാനുള്ള കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് അവിടെ ഒന്നും നടന്നില്ലെങ്കിൽ ഇവിടെ അല്ല ഇത് നടന്ന പോലെ ഒരു യുദ്ധം. ഇനിയുള്ള 4 ദിവസം പരിശ്രമം തന്നെ. ഇത്രയും സാധനങ്ങൾ എങ്ങനെ അവിടെ അത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന താഴെ ഇറങ്ങുന്നുണ്ടോ. കിച്ചണിൽ എന്തായാലും ബാക്കി ഉണ്ടാവും. നമ്മൾ ഒരാഴ്ച നമ്മളിവിടെ ഭക്ഷണം ഉണ്ടാക്കണതൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അത് ഫ്രൈഡേ അച്ഛനമ്മക്ക് വന്നതിന് ശേഷം ഷിഫ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കുറച്ച് അത്യാവശ്യം നമുക്ക് ഉണ്ടാക്കേണ്ട പാത്രങ്ങൾ ഫ്രിഡ്ജ് അതൊന്നും ഒഴിച്ചിട്ടില്ല. അങ്ങനെ നോക്കാനും ഒന്നും ഒഴിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും ഒരു 95% കഴിഞ്ഞു. ഇനി 5% മാത്രം. ഇപ്പോൾ സമയം രാത്രി 12 മണി. ശരിക്കും പറയുകയാണെങ്കിൽ 11:55 എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ നമ്മൾ തുടങ്ങിയതാണ്. ഇതാ ഇപ്പോഴാണ് ഒരു വിധം അല്ലേ. നമ്മൾ മൊത്തം സാധനങ്ങൾ വെച്ച് പാക്ക് ചെയ്ത് ഇനി ഒന്നുമില്ല. ഇനി ഈ ഒരാഴ്ച നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ളതും മിത്തുവിൻ്റെ സ്കൂളിലേക്കുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള എന്താ പറയുക സാധനങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ. അതിപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് നെക്സ്റ്റ് വീക്ക് ലാസ്റ്റേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ ഇതാക്കി. ഇനി എന്താ പറയുക ഒരു 2-3 പെട്ടിയും കൂടിയാണ് അത് ഒതുക്കി വെക്കാനുള്ളൂ. ബാക്കി ഒരു വിധമൊക്കെ ഒതുക്കി വെച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ പാത്രങ്ങൾ കഴുകാൻ അങ്ങനത്തെ കുറച്ചൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്, അതവിടെ കിടക്കട്ടെ. പക്ഷെ എല്ലാം ഓർഗനൈസ് ചെയ്തു എന്നാണ് വിശ്വാസം. ഒരുവിധമായി. അയ്യോ സത്യം പറഞ്ഞാൽ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ. 12 നാളെ സ്കൂളുണ്ട്, ഓഫീസുണ്ട്, അതാലോചിക്കുമ്പോഴാണ്. പക്ഷെ അല്ലേ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അല്ലെങ്കിൽ ഒരു ടെൻഷനായിരുന്നു അത് തീരില്ലേ എന്ന്. അപ്പം എന്തായാലും വെരി ഹാപ്പി അല്ലേ. ഫുൾ അലങ്കോലായി. നമ്മൾ ആദ്യം മുതൽ ക്ലീൻ ചെയ്യണം. അത് അത്രയും കാരണം അറിയാലോ ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കാർഡ്ബോർഡ് വെട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൻ്റെ ഇടയിൽ മെയിൻ എന്താ വെച്ചാൽ ഇന്ന് ഫുള്ള് പണി കഴിഞ്ഞു എന്ന് പറഞ്ഞാലും നമ്മളൊരു കാര്യം നോക്കുമ്പോഴാവും പ്ലംബിംഗ് ഉണ്ട്, ബാക്കി കാർപ്പൻട്രി വർക്ക് ഉണ്ട്, ബാക്കി അത് നാളെ ഉണ്ട്. നാളെ രംഷേട്ട ഓഫീസിൽ പോകും. പക്ഷെ ഒരു രക്ഷയില്ല, നാളെ കാർപ്പൻട്രി വർക്ക് ഉണ്ട്, പ്ലംബിങ്ങിന്റെ വർക്ക് ഉണ്ട് അല്ലേ. ചെറിയ പ്ലഗ് മാറ്റിടത്തേക്കെന്ന് പറഞ്ഞിട്ട് അത് കാരണം നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോഴാണ് കൈയെത്തുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ അതൊക്കെ ഫൈൻ ട്യൂണിങ്. അതെ, ഗ്രാൻഡ് ഫിനാലെയാണ് നാളെ വിചാരിക്കണം. അപ്പൊ തൽക്കാലം ഇതാ വീടെത്തിട്ടോ. തൽക്കാലം ബായ്. മേല് കഴുകാനുള്ള ഒരു പ്രാപ്തി പോലുമില്ല. കാലൊക്കെ ഇങ്ങനെ വേദന കണ്ട് മഴയും ഇവിടെ ആണെങ്കിൽ മഴയോട് മഴ, ഭ്രാന്ത് പിടിക്കണ മഴ. അപ്പോൾ തൽക്കാലം ഞാൻ വീഡിയോ നിർത്താണ്. ബൈ.